ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറണ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം എല്ലാവരും താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണെന്ന്. എന്ത് ചെയ്യാം, ഇത് മാർക്കറ്റിൻ്റെ മറ്റൊരു മുഖമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പലരും പെറുക്കിയെടുത്ത ആൾക്കാരുണ്ട്, ഇന്നലെ മുതൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇന്നലെ ഹോൾഡ് ചെയ്തവരുടെ കാര്യം എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നഷ്ടത്തിൽ വീണ്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റിന് എങ്ങോട്ടും ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എങ്ങോട്ടും ഒരു ഗതി കിട്ടാതെ അലയുന്ന പ്രേതം എന്ന കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും ഏത് സൈഡിലോട്ടായാലും നമുക്ക് വ്യക്തമായി ഒരു ഗെയിൻ കിട്ടാതെ നമ്മുടെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്ന്. നമുക്കറിയാം, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്താലും ഗ്യാപ്പ് ഡൗണിൽ നേരെ മാർക്കറ്റ് താഴോട്ട് പോയതിന് ശേഷം ഇന്നലത്തെ സെയിം സിനാരിയോയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും പറന്ന് മുകളിലോട്ട് കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിന്ന് കണ്ടില്ലേ. മാർക്കറ്റ് താഴെ വരെ വന്നു. അപ്പോൾ ഇന്നലെ ഈ ഹോൾഡ് ചെയ്തവരൊക്കെ ചാടി ഇറങ്ങി മൂന്നാല് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ഞാൻ കൂടെ ചാടി ഇറങ്ങി എന്ന് പറഞ്ഞു. എനിവേ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അൺപ്രഡിക്റ്റബിൾ മാർക്കറ്റായിരുന്നു ഇന്നത്തെ ദിവസവും അൺപ്രഡിക്റ്റബിൾ മാർക്കറ്റായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സി സൈഡ് പോയാലും എത്ര പേർക്ക് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പി സൈഡ് പോയാലും എത്ര പേർക്ക്. അപ്പോൾ പിന്നെ കൃത്യമായി നമുക്ക് നമ്മുടെ പഴയ ബോക്സ്, അപ്പോൾ ഇതിനിടെ 3-4 പേര് മെസ്സേജ്, സാർ നമ്മുടെ പഴയ ബോക്സിനകത്ത് വീണ്ടും മാർക്കറ്റ് പെട്ടു എന്ന് പറഞ്ഞ് ധാരാളം 3-4 പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ആ ബോക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയപ്പം ഇതാണ് എൻ്റെ ഗതി നമ്മൾ കണ്ടത്. ഓക്കെ, പെട്ടെന്ന് തന്നെ ചാടി. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ക്യാൻഡിൽ വീഴുന്നു, പിന്നെ അതിന് ശേഷം നേരെ തിരിച്ച് വീണ്ടും വരുന്നു, പിന്നെ മുകളിലോട്ട് പോകുന്നു, പിന്നെയും വരുന്നു. ഒരിക്കലും നമുക്ക് പിടി തരാതെ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കളിക്കുകയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റിൻ്റെ താഴെ ഒരാൾ എഴുതി, ഏഷ്യൻ മാർക്കറ്റ് എല്ലാം പൊട്ടുമ്പം നിങ്ങൾ പറയുന്നു പിന്നെ നമ്മുടെ മാർക്കറ്റും പൊട്ടും എന്ന്. പിന്നെ അല്ലെങ്കിൽ പറയും മാനിപ്പുലേഷൻ എന്ന് പറയും. എനിക്കിതിനോടൊന്നും മറുപടി പറയാനില്ല. കാരണം നമ്മളങ്ങനെ അവരോട് മറുപടി പറഞ്ഞ് നമ്മൾ വെറുതെ തർക്കത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഇവിടെ സ്ഥിരമായിട്ട് എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് പറയുന്നതെന്നും അത് എത്രത്തോളം അതിനകത്തിൽ ഒരു ഒരു സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ തർക്കത്തിനും ബഹളത്തിനും ഒന്നും പോകേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോൾ പലരും ഒരു പക്ഷേ ഇന്നലെ ഇന്നൊക്കെ ഹോൾഡ് ചെയ്ത് നല്ല നഷ്ടം ഉണ്ടായ ആൾക്കാർ ധാരാളം പേര് കാണും. ഞാൻ സത്യം അതിനകത്തുനിന്ന് ഒളിച്ചോടുന്നില്ല, ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ ഇതുപോലെ ധാരാളം വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും കണ്ടാണ്, പടവട്ടിയാണ് ഈ മാർക്കറ്റിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാവരും ഇന്ന് നിലനിൽക്കുന്നത്. ഓക്കെ, അല്ല ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഓടി വന്ന് കാശുണ്ടാക്കി ആരും നമ്മുടെ ഇടയിലില്ല. പല പ്രാവശ്യം ഇതുപോലത്തെ വീഴ്ചകളും താഴ്ചകളും കണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് പടവട്ടി വന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഇനിയല്ല നിങ്ങൾക്ക് തോന്നുന്നു എന്നെക്കൊണ്ടിത് പറ്റുന്നില്ല, എനിക്കിത് പറ്റുന്നില്ല, എൻ്റെ കൺട്രോൾ നിൽക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിർത്തിപ്പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്നെക്കൊണ്ട് സാറേ ഇത് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല, എനിക്ക് ന്യായം ബുക്ക് ചെയ്യാനും പറ്റുന്നില്ല, മാന്യത കാണിക്കാനും പറ്റുന്നില്ല, പ്രതീക്ഷകൾ വാനോളം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്തിനാ വെറുതെ കാശ് കളയുന്നത്? അപ്പോൾ അല്ല, ഞാൻ ഇന്ന് ഈ വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഴ്ചകൾ നിങ്ങളുടെ ഒരു പാഠഭാഗമാക്കാം, അല്ല ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഒരു പാഠഭാഗം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നഷ്ടം നമ്മുടെ ലാഭം അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. ഞാനോ മറ്റൊരാളോ മൂന്നാമതൊരാളോ അല്ല നിങ്ങളുടെ ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത്. നമ്മുടെ ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിൽ എവിടെ ഇറങ്ങണം, എവിടെ കയറണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാ, വേറെ ആർക്കും അതിന് കൈകടത്താൻ പറ്റത്തില്ല. ഓക്കെ, വീണ്ടും ഞാനത് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് ഇന്നലെ 1000 പോയിൻറ്റിനടുത്ത് ഡൗ ജോൺസ് വീണു. പക്ഷേ അതിൻ്റെ യാതൊരു പ്രതീതിയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായില്ല. എല്ലാത്തും ഓപ്പോസിറ്റ് സംഭവം. അതിനിടയിൽ തന്നെ നല്ല രീതിയിൽ ഇന്നലെ അമേരിക്ക ഇറാനിൽ എയർ സ്ട്രൈക്ക് നടത്തി. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മാർക്കറ്റിനുള്ളത്. പക്ഷേ എത്രത്തോളം അതായത് സത്യാവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് രാത്രി മാത്രമേ അറിയത്തുള്ളൂ. ഇന്നലെ കൊടുത്ത പ്രഹരത്തിൻ്റെ മറുപടി ഇന്ന് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മാർക്കറ്റ് ഭയക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നിപ്പം അത് മാത്രമല്ല,
ഇപ്പം യു എസിൻ്റെ ജോബ് ഡേറ്റ വന്നു ഇല്ലേ, ജോബ് ഡേറ്റ വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണ്, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ GDP ഡേറ്റ വന്നു. GDP ഡേറ്റ വന്നതും എൻ്റെ 2 ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 1.5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു ഫോൾ വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറുന്നതാണ് കാണുന്നത്. ഇപ്പം ജസ്റ്റ് നോക്കുവാണെങ്കിൽ വീണ്ടും അത് മാർക്കറ്റ് ആണ്ട് പൊട്ടുന്നു. ഡൗ ജോൺസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ 300 പോയിൻ്റൊക്കെ പോയതാണ്, വലിയ ഗ്യാപ്പിലൊക്കെ പോയതാണ്, പക്ഷേങ്കിൽ നല്ല രീതിയിൽ പൊട്ടി. ഇതിപ്പോൾ നമ്മൾ US ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കി, ഈ പൊട്ടൽ മേലോട്ട് പോയി, പിന്നെ ഈ പറയുന്ന GDP ഡേറ്റയൊക്കെ കുറവാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഇത് പൊട്ടുന്നത്. എനിക്ക് എവിടം വരെ പൊട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും 400 പോയിൻ്റ് പ്ലസ്സിൽ പോയതാണ്, ഇപ്പം ഏകദേശം 175 പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്ത് സംഭവിച്ചറിയാം, ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഇടിച്ച് കയറി പോയതാണ് മേലോട്ട്. അപ്പോൾ അവിടെ പോയ പോലെ തന്നെ നേരെ തിരിച്ച് വരുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒരു പ്രഡിക്ഷനും നമുക്ക് പറ്റുന്നില്ല, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം നമ്മുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഞാൻ പറയും, തീർച്ചയായിട്ടും ഞാൻ പറയും, ഇത് ഓപ്പറേറ്റർ പ്ലേ എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം വന്നിരിക്കുന്ന ഡേറ്റ നോക്കൂ, ഇപ്പം വന്നിരിക്കുന്ന ഡേറ്റ ഒരു സെക്കൻഡ് ഞാനിപ്പോൾ അത് എടുത്ത് കാണിക്കും. ഈ കാണുന്ന ഇന്നത്തെ FISൻ്റെ ഡേറ്റയാണ്. നമുക്ക് 90%, ഇന്നലെ 90%ആയിരുന്നു, ഇന്ന് 90. ഒരു ശകലം പോലും അവരെന്ത് ചെയ്തിട്ടില്ല, ഇവിടുന്ന് മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്നലെ 41 ആയിരുന്നു 46 ആക്കി പ്രോ. അതുപോലെ തന്നെ ഇവർ DASും അവർ ഇന്നലെ 82 അങ്ങോട്ടായിരുന്നു, അത് 78 ആക്കിയിട്ടുണ്ട്. അപ്പം ഈ മാർക്കറ്റിൽ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ FIS ഇങ്ങനെ ഷോർട്ട് പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ല അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു വീഴ്ച മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു സിനാരിയോ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത അടിവരയിട്ട് പറഞ്ഞ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പ്രോയും ഇന്ന് കൂട്ടി. ഇനിയല്ല മാർക്കറ്റിൽ ഓക്കെ, നമുക്കിതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂ മാർക്കറ്റ് കാണണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് ആണ്. ഇവർ ഈ ഷോർട്ട് കുറയ്ക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഷോർട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബൈങ് പ്രഷർ വരുക, ഷോർട്ട് കവറിങ് റാലി വരും, അങ്ങനെ മാർക്കറ്റ് ഫർദറായിട്ട് പറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നത്, മാർക്കറ്റ് എന്നൊരു റേഞ്ചിനകത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. ആക്ച്വലി മാർക്കറ്റിന് എങ്ങോട്ട് പോകണമെന്നറിയില്ല, കാരണം മുകളിലോട്ട് പോകാനുള്ളൊരു ഊർജം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഡേറ്റ നമ്മുടെ മാർക്കറ്റിലില്ല. ആകെയും ഉള്ളത് ഈ യുദ്ധം മാത്രമാണ്. യുദ്ധം ഇപ്പോൾ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും എല്ലാവരും ഈ പറയുന്ന റീറ്റെയിലേഴ്സും എല്ലാവരും ഈ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. എനിക്കറിയത്തില്ല എത്രയോ പേര് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സൈഡ് നിൽക്കുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്നെ ആരെങ്കിലും FIS DAS എല്ലാം കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. എനിവേ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഇത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും 90% പിന്നെ FIS ഷോർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് രാത്രിയിൽ ഇനി ഇറാൻ ഇതിനെ റിട്ടാലിയേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ US ഓയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഓയിൽ വീണ്ടും താഴോട്ട് വന്ന് കുറച്ച് നേരം വീണ്ടും ഇവിടുന്ന് അത് തിരിച്ച് കയറുന്നു. ഓക്കെ, ഗോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡും പെതുക്കെ താഴോട്ട് മേലോട്ട് പോയതിന് ശേഷം പെതുക്കെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഇത് ഗോൾഡ് ഈ പറയുന്ന പോലെ ഇന്ന് ഇത്രയും മാർക്കറ്റ് കയറിയിട്ടും ഗോൾഡ് അങ്ങനെ വലിയ രീതിയിലൊന്നും പൊട്ടിയൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെ പൊട്ടണമെങ്കിൽ 80-ന് താഴെ പോകണം. പക്ഷേ ഇപ്പോഴും 84, 85 റേഞ്ച്, 83 റേഞ്ചിലാണ് ഇപ്പോഴും US ഓയിൽ നിൽക്കുന്നത്. 84 റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം എന്തായാലും മാർക്കറ്റിൽ ഭീതി ഉണ്ടെന്നുള്ള കാര്യം അതിന് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേങ്കിൽ മാർക്കറ്റിനെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ ഇഷ്ടം, അവരുടെ കോടികൾ ബില്യൺ കണക്കിന് രൂപയുണ്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്കറ്റിനെ അമ്മാനമാടാൻ അവർക്ക് പറ്റും. അതിന് യാതൊരു തർക്കവും ഇല്ല. അപ്പം അതിനകത്ത് നമ്മൾ പെട്ടുപോകുന്നു എന്നുള്ളതാണ് നിരാശജനകമായ കാര്യം. എന്തായാലും അവനവൻ്റെ നഷ്ടം അവനവൻ്റെ ലാഭം അവനവൻ തീരുമാനിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഏറെക്കുറെ എനിക്കതിനകത്തൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ള 2-3 കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു
കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ ഇൻഫി ഒക്കെ നമ്മൾ 980 റേഞ്ചിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം 15% നമുക്കിപ്പം അതിനകത്ത് ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ITBC 27, 28 കയറിയ ആൾക്കാരുണ്ട്, 30 കയറിയ ആൾക്കാരുണ്ട്. നമുക്കൊരു 35 മേളിൽ ITBC പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ഹാഫ് ബുക്ക് ചെയ്യുക, ഹാഫ് ഹോൾഡ് ചെയ്യുക. വീണ്ടും താഴെ പോകണം, വീണ്ടും നിങ്ങൾ ആവറേജ് ചെയ്യുക. ഇല്ലെങ്കിൽ മുകളിൽ പോകുമ്പോൾ ഒരു നല്ല ഗെയിം കിട്ടുമ്പോൾ അത് കയ്യിലുള്ളത് ഫുള്ള് കൊടുക്കുക. അല്ല ഒരു കാരണവശാലും മൊത്തം കൈ പിടിച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം അടുപ്പിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, IT സെക്ടർ കഴിഞ്ഞ 4 ദിവസം അടുപ്പിച്ച് ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഡേയിലോട്ട് മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോസിസിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പം ഇൻഫോസിസ് കറക്റ്റായിട്ട് ഞാൻ വരച്ചിട്ടിരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ആ ഒരു ഏരിയ വന്നു 1190 ആ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഒരു റിജക്ഷൻ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം അങ്ങനെ അവിടെ വരുമ്പം സാധാരണ റിജക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാ ഇന്ന് സംഭവിച്ചു. അപ്പോൾ IT പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പം നിഫ്റ്റി താഴെ പോകുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആ സ്പോട്ടിൽ നമ്മുടെ HDFC ബാങ്ക് രക്ഷയ്ക്ക് വേണ്ടി വന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ മാർക്കറ്റിനെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ആ സമയത്ത് HDFC ബാങ്ക് എന്ത് ചെയ്തു? IT താഴെ പോയപ്പോൾ HDFC ബാങ്ക് പതുക്കെ ഇവിടുന്ന് സർജ് ചെയ്തു. അങ്ങനെയാണ് മാർക്കറ്റിനെ ഒരു ബാലൻസ് രീതിയിൽ നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുന്നതനുസരിച്ച് മാത്രമേ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉള്ളൂ. നമ്മൾ ഇന്നലെ എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. നമ്മൾ വീണ്ടും മാർക്കറ്റ് നമ്മുടെ കൂട്ടി തിരിച്ച് കയറുന്നുണ്ടോ നോക്കുക. ഈ കൂടി വീണ്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ കൂട്ടി തിരിച്ച് കയറുന്നുണ്ടോ നോക്കുക. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഡൗൺ സൈഡ് നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 24,194 ഈ ഒരു പോയിൻറ്റ്, ഈ 24,194 എന്ന് പറഞ്ഞ ഈ പോയിൻ്റ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ കൂടിൻ്റെ ബോട്ടം എത്തിയാൽ, ആ ബോട്ടം ബ്രേക്ക് ചെയ്ത് താഴെ പോയി 24,138 എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലായിട്ടാണ് വന്നെങ്കിലേ ഉള്ളൂ നമുക്കൊരു പ്രതീക്ഷ പൊട്ടിത്തകരും അല്ല പൊട്ടും എന്നൊരു പ്രതീക്ഷ നമുക്കുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, നാളെ വീക്കെൻഡാണ്, വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡാണ്. കഴിവതും പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല ആൾക്കാർ. വീക്കെൻഡിൽ എന്ത് സംഭവിക്കും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പക്ഷെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സെൽ ഓഫിനുള്ള സാധ്യത എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അത് നമുക്കൊരു ഒരു സിവിയർ സെല്ലിങ് നമുക്ക് മാർക്കറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട് ബ്രേക്ക് ചെയ്യണം. കൂട് ബ്രേക്ക് ചെയ്ത് 24,130 ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിലേ ഉള്ളൂ നമുക്കൊരു സിവിയർ സെല്ലിങ് നമുക്ക് നല്ല രീതിയിലൊരു ഫ്രീ ഫോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും മാർക്കറ്റ് മോളോട്ട് പോകണമെങ്കിൽ 24,296 മോളി സസ്റ്റെയിൻ ചെയ്യണം. നല്ല രീതിയിൽ 15 മിനിറ്റ് നേരം, 15 to 30 മിനിറ്റ് 24,296 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് 24,376 നമുക്ക് കാണാം. ഇല്ലെങ്കിൽ ഈ ബോക്സിനകത്ത് മാർക്കറ്റിന് എന്ത് സംഭവിക്കാൻ നോക്കുക. അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ ട്രേഡുകളെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ നോക്കുക. വേറെ ഞാൻ കൂടുതൽ ഒന്നിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കാരണം സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. പിന്നെ അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓക്കെ, ഈ സമയവും കടന്നു പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയം കടന്നു പോകും. ഇതിലൊക്കെ നിലനിൽക്കുന്നവർ അതിജീവിക്കുന്നവർ നാളെ അവർ വിജയത്തിൻ്റെ പൊൻകൊടി വിടർത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് എൻ്റെ അനുഭവം. ഓക്കെ, ഇനിയിപ്പം ഇതുപോലെ പല വൈതരണികളും കടന്നു വന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഇത് പുതുതായിട്ട് ഓപ്ഷൻ ബൈയിലേക്ക് കടന്നു വന്നവർക്ക് പലർക്കും ഇത് വളരെ അരോചകവും സങ്കടവും വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമാണ്, മനുഷ്യനാണ്, അങ്ങനെ സംഭവിക്കും. ബട്ട് ഇത് മാർക്കറ്റിൻ്റെ ഒരു വശം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിന് എപ്പോഴും ഒരു മറുവശമുണ്ട്. ആ മറുവശത്തെ നമ്മളെപ്പോഴും പ്രതീക്ഷിച്ച് തന്നെ വേണം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളുടെ നഷ്ടത്തെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നാളെ നമ്മുടെ മീറ്റപ്പിൻ്റെ കാര്യം ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡള്ളായ സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മീറ്റപ്പിന് വരുമ്പം നിങ്ങൾക്ക് ഞാനൊരു ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ അല്ല ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾക്ക് തുണയായി നിൽക്കുന്ന ഒരു സാധനം, അത്രമാത്രമേ ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. എനിവേ, എന്തായാലും നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.